ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 6ാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകമാണ്. ഭാഗം 2 പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 4 ആണ് നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 4ലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇച്ചു ഓർ ബിനിയ. അതിൽ ആദ്യ ചാപ്റ്റർ മിലെ സബ്കോൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസും എല്ലാം ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇച്ചു ഓർ ബിനിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതൊരു കഹാനിയാണ്. ശശി സബ്ലോഗാണ് അതിൻ്റെ രചനാകാർ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ വാരിസ് ദുനിയാക്കി എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വരുന്നത്. ഇച്ചു ഓർ ബിനിയ കഹാനി ആണ്. നമുക്ക് നോക്കാം. 2 ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ, ഇച്ചുവും ബിനിയും. ഇച്ചു ഈ ചീണ്ടിയ മിഠായി കൈസെ ഡൂണ്ട് ലേത്തി ഹെ. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇച്ചു ഈ ഉറുമ്പുകൾ എങ്ങനെയാണ് മിഠായി, അതായത് ഇവിടെ സ്വീറ്റ് എന്ന് പറയാം, മധുരമുള്ള സാധനങ്ങളൊക്കെ മിഠായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിഠായി മധുരമുള്ള ഇത് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ഉറുമ്പുകൾ എവിടെ നിന്നാണ് ഇത് കണ്ടെത്തുന്നത്? ഓക്കെ, തെരഞ്ഞു കൊണ്ടുവരികയാണല്ലേ ഉറുമ്പുകൾ. നമുക്കറിയാമല്ലോ, പഞ്ചസാരയും മധുരമൊക്കെ വെച്ചവിടെ ഉറുമ്പുകൾ വേഗം വരും അല്ലേ. അതുപോലെ ഗുംത്തെ ഗുംത്തെ അഗർ കോയി ചീണ്ടി മിഠായി കെ പാസ് പഹുഞ്ച് ജായേ തോ സബ്കോ ബതാ ദേത്തി ഹെ. എങ്ങനെയാണ് ഗുംത്തെ ഗുംത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തിരിഞ്ഞിട്ട് ഒരു ഉറുമ്പ് ഈ മധുര പലഹാരങ്ങൾ മിഠായി മധുരത്തിൻ്റെ അടുത്തെത്തും. അതിനുശേഷം അതെന്ത് ചെയ്യും? ഒരു ഉറുമ്പായിരിക്കും ഇത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എല്ലാവരോടും പോയി പറയും അല്ലേ. എല്ലാ ഉറുമ്പുകളോടും പോയിട്ട് അത് പറയും. വോ അക്കേലെ തോടെ ഹി ഗാ സക്തിയെ. എന്താ കാര്യം? ഒറ്റയ്ക്ക്. അക്കേലെ പറഞ്ഞാൽ ഈ ഉറുമ്പിന് ഒറ്റയ്ക്ക് തോടെ പറഞ്ഞാൽ കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഗാ പറഞ്ഞാൽ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. സബ് മിൽക്കർ ഗാത്തി ഹെ. അതുകൊണ്ട് തന്നെ അവർ ഒരു കൂട്ടമായിട്ടാണ് ഉറുമ്പുകൾ വരിക. എന്നിട്ട് എല്ലാവരും കൂടിയാണ് അത് കഴിക്കുക അല്ലെ. മിൽക്കർ ഗർ ബനാത്തി ഹെ. ഒരുമിച്ചാണ് അവർ അവരുടെ ആ ഉറുമ്പിന്റെ കൂടുകൾ ഉണ്ടാക്കുന്നതും ഒരുമിച്ചാണ്. മിൽക്കർ രഹത്തി ഹെ. അവർ താമസിക്കുന്നതും ഒരുമിച്ചാണ്. ഓക്കെ. തബ് തോ മുഷ്കോ ബി ചീണ്ടി ബന്നി ഹെ ബിനിയ ബോലി. അപ്പൊ ബിനിയ പറയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കും എന്താവണം? ഉറുമ്പാകണം. ബിനിയ പറഞ്ഞു. ഇച്ചു തുജുക്കോ ക്യാ ബന്നാ ഹെ. അപ്പൊ ഇച്ചുവിനോട് ചോദിക്കുകയാണ്, ഇച്ചു നിനക്ക് എന്താണ് ആവേണ്ടത്? മുജ്കോ പാനി മേ മസേസെ പടാ രഹ്ന അച്ഛാ ലഗ്താ ഹെ. അപ്പൊ അവൻ എന്താ പറയണത്? എനിക്ക് വെള്ളത്തിൽ സുഖമായി കിടക്കാൻ ഇഷ്ടമാണ്. പാനി പറഞ്ഞ വെള്ളം. ഓക്കെ. പടാ രഹ്ന ഹെ പറഞ്ഞാൽ കിടക്കാൻ ഇഷ്ടമാണ്. അച്ഛാ ലഗ്താ ഹെ. ഓക്കെ. മേ തോ ബൈസ് ബനൂക. ബൈൻസ് പറഞ്ഞ എന്താണ്? പോത്ത് കേട്ടോ. ഞാൻ പോത്തായിക്കോളാം എന്നാ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പൊ ഇതൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇച്ചു ബിനിയ. ഇച്ചു ഈ ആൺകുട്ടിയാണ്, ബിനിയ ഈ പെൺകുട്ടിയാണ്. അവർ കണ്ടല്ലോ, ഈ കാണുന്നതൊക്കെ ഉറുമ്പുകളാണ്. അവരെന്തോ ഒരു സ്വീറ്റിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അടുത്തത് തുജുക്കോ ദൂത് അച്ഛാ ലഗ്താ ഹേന ബിനിയ. ബിനിയോട് ഇച്ചു ചോദിക്കുകയാണ്, നിനക്ക് പാൽ ഇഷ്ടമല്ലേ ബിനിയ ചോദിക്കുകയാണ്. തോ തു ദൂത് പീനെ ആന. അങ്ങനെയാണെങ്കിൽ നീ പാല് കുടിക്കാൻ വരൂ എന്നാണ് പറയണത്. പർ തബ് തോ മേ ചീണ്ടി ഹോങ്കി. പക്ഷെ അപ്പോ എന്തായിരിക്കും? ഞാനൊരു ഉറുമ്പായിരിക്കില്ലേ? മേ ദൂത് കേസെ പീ സക്തി ഹോ. ഞാൻ ഉറുമ്പായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പാല് കുടിക്കുക? ബിനിയ പറയും. ബിനിയ പോയി. അപ്പോൾ ഇച്ചു ചോദിക്കും ബിനിയോട്, നിനക്ക് പാല് കുടിക്കാൻ ഇഷ്ടമല്ലേ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ബിനിയ പറയും, ഞാൻ ഉറുമ്പായിരിക്കില്ലേ, ഉറുമ്പാവണ സമയത്ത് ഞാൻ എങ്ങനെയാണ് പാല് കുടിക്കുക എന്ന് ബിനിയ പറയും. അച്ഛാ തോ ബൈൻസ് ചോട് മേ ഗന്ന ബൻ ജാത്താ ഹൂം. അപ്പൊ എന്താ പറയാ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇനി ഇത് പറയാൻ പോണത് ഇച്ചു ആണ് കേട്ടോ. അച്ഛാ തോ ബൈൻസ് ചോട് മേ ഗന്ന ബൻ ജാത്താ ഹൂം. അപ്പൊ അവൻ പറയാണ്, എങ്കിൽ ഞാൻ പോത്താവുന്നില്ല, ഞാൻ എന്താവാം? ഗന്ന ബൻ ജാത്താ ഹൂം. ഗന്ന പറഞ്ഞാൽ എന്താണ്? കരിമ്പാണ് കേട്ടോ. ഞാൻ കരിമ്പായിട്ട് മാറാം. ഇച്ചു സോച്ചത്തെ ഹുയെ ബോല തബ് തോ രസ് പീനെ ആന. എന്നിട്ട് ഇച്ചു പറയും, കുറെ ആലോചിച്ചിട്ട് പറയും, അപ്പൊ നീ എന്ത് കുടിക്കാൻ നിനക്ക് വരാം? അതിലുള്ള കരിമ്പിന്റെ ജ്യൂസ്. അപ്പൊ നിനക്ക് ആ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കാൻ വരാലോ എന്നാ പറയാ കേട്ടോ. ഇവർ പറയുന്നത്, നീ ഉറുമ്പായി മാറിക്കഴിഞ്ഞാൽ നീ എങ്ങനെ പാല് കുടിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ബിനിയ പറയും, ഉറുമ്പായി മാറിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വന്ന് പാല് കുടിക്കും എന്ന് ചോദിക്കും.
അപ്പോൾ നമ്മുടെ ഇച്ചു കൊടുക്കുന്ന റിപ്ലൈ ആണ്, ശരി ഞാൻ ഇനി പോത്താവണില്ല, ഞാൻ അതിന് പകരം എന്താവാ, കരിമ്പാകാം. കരിമ്പായി കഴിഞ്ഞാൽ നിനക്ക് അതിൻ്റെ ജ്യൂസ് കുടിക്കാലോ, വന്നിട്ട് കരിമ്പിൻ്റെ, അത് മധുരമുള്ള സാധനമാണല്ലോ, അതിൻ്റെ ജ്യൂസ് കുടിക്കാലോ എന്ന് പറയാണ് കേട്ടോ. നെഹി മേ അക്കേലെ നെഹി ഹം ബഹുത് സാരി ചീണ്ടിയ മായെങ്കി. അപ്പോൾ ബിനിയ പറയും, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരും. ബിനിയ പറയും, അരെ നെഹി ഗുദ്ഗുദി ഹോഗി, തൂ ഗന്ന ഹോഗ, ഗുദ്ഗുദി നെഹി ഹോഗി. അപ്പൊ എന്താ പറയാ, വേണ്ട എന്ന് പറയും. അയ്യോ വേണ്ട, ഇക്കിളിയാവെന്ന് പറയാണ് കേട്ടോ. ഗുദ്ഗുദി പറഞ്ഞ ഇക്കിളിയാവെന്ന് പറയാണ്. അപ്പോൾ തൂ ഗന്ന ഹോഗ ഗുദ്ഗി. അപ്പോൾ നമ്മുടെ ബിനിയ പറയും, നീ അപ്പോൾ കരിമ്പായിരിക്കില്ലേ, കരിമ്പിന് എന്ത് ഇക്കിളിയൊന്നും ആവില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അരേ ഗുദ്ഗുദി ഹി നെഹി ഹോഗി, അപ്പം നിനക്ക് ഇക്കിളിയൊന്നും ആവില്ല. ഏ ബി കോയി ബാത് ഹുയി, ഇതൊക്കെ ഒരു എന്താ പറയുക കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മുജേ നെഹി ബന്ന ഗന്ന വന്ന. അപ്പം എന്താ പറയണത്, നമ്മുടെ ഇച്ചു പറയും, എനിക്കൊന്നും ആവണ്ട ഗന്ന വന്ന, എനിക്കൊന്നും ഈ കരിമ്പും അതൊന്നും ആവണ്ട എന്ന് പറയണു. എന്നിട്ട് എന്താ പറയണ, മേതു ചീണ്ടി ഹി ബൻ ജാതാഹും, ഞാൻ എന്തെന്നെ ആവാം, ഉറുമ്പ് തന്നെ ആവാം. ഓക്കെ, എന്നിട്ട് പിന്നെന്താ പറയാ, ദോനം സാത്ത് സാത്ത് രഹേങ്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് തന്നെ ഇരിക്കാം. ഇച്ചുനും ബിനിയയ്ക്കും. അപ്പം ഞാനും ഉറുമ്പായി, നീ ഉറുമ്പായി, അപ്പം നമുക്ക് സാത്ത് ഒരുമിച്ച് തന്നെ ഇരിക്കാലോ എന്ന് പറയാണ് കേട്ടോ. ചീനി വീനി ഗാത്തേ രഹേങ്കെ. അപ്പം എന്താണ്, നമുക്ക് പഞ്ചസാരയും വീഞ്ഞും ഒക്കെ, ചീനി പറഞ്ഞ പഞ്ചസാരയാണ് കേട്ടോ, പഞ്ചസാരയും വീഞ്ഞും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ജീവിക്കാം അല്ലേ. ഗൂമേങ്കെ ഫിറേങ്കെ, എന്താണ്, ചുറ്റാം കറങ്ങാം എല്ലാം ചെയ്യാം അല്ലേ, ചുറ്റിക്കറങ്ങൊക്കെ ചെയ്യാം. രണ്ടുപേരും ഉറുമ്പായി മാറിക്കഴിഞ്ഞാൽ. നെഹി നെഹി അപ്പൻ തോ ബിനിയ ഇച്ചു ഹി ബൻകർ രഹേങ്കെ. വേണ്ട, നമുക്ക് ഇച്ചും ബിനിയ ആയിട്ട് തന്നെ എന്താണ് തുടരാം, അങ്ങനെ തന്നെ പോവാം എന്നാണ് പറയണത്. കബി കബി ദോടി ദേർ കോ ചീണ്ടി ഗന്ന ബൈൻസ് സുവർ ബൻ ജായ കരേങ്കെ. അപ്പം നമുക്ക് എന്താവാം, ഒരു ഉറുമ്പോ ആടോ പോത്തോ ഒക്കെ ആയിട്ട്, നമുക്ക് എരുമയോ ഒക്കെ എന്താണോ വെച്ചാൽ അതൊക്കെ ആയിട്ട് നമുക്ക് അപ്പം മാറാം. അല്ലാത്തപ്പൊക്കെ നമുക്ക് എന്തായിട്ട് തന്നെ മാറാം, ബിനിയെ ഇച്ചു ആയിട്ട് തന്നെ ഇരിക്കാമെന്നാണ് പറയണത്. ബിനിയാബി ജോർസെ ബോലി, ബിനിയ ഉറക്കെ പറയും. ഓക്കെ, അപ്പം ഇതാണ് ആ കുട്ടികൾ, കരിമ്പിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മിൽക്കർ रहने से क्या लाभ है? ഒരുമിച്ച് ഇരിക്കുന്നത് കൊണ്ടുള്ള ലാഭം അല്ലെങ്കിൽ ഗുണം എന്താണെന്നാണ് ചോദ്യം. മിൽക്കർ रहने से सब मिलकर गाते हैं. ഉറുമ്പുകളുടെ കേസാണ് പറയുന്നത്. ഒരുമിച്ച് അവർ ഒരുമിച്ചാണ് എപ്പോഴും, അപ്പോൾ അവർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. मिलकर घर बनाते हैं और मिलकर रहते हैं. बताता है कि जब कोई चींटी मिठाई ढूंढ लेती है तो वह सबको बता देती है, फिर सब मिलकर खाते हैं. मिलकर घर बनाते हैं और मिलकर रहते हैं. इससे पता चलता है कि मिलकर रहने से सहयोग बढ़ती है. അടുത്തത് बाइंस चोट मैं गन्ना बन जाता हूँ. यहाँ बिनिया के प्रति इच्छु का कौन सा मनोभाव प्रकट होता है? പോത്തിന് വിടൂ, ഞാൻ കരിമ്പായി മാറാം, ഇങ്ങനെ പറയണു ഇച്ചു. അപ്പോൾ ബിനിയോടുള്ള എന്ത് ഒരു മനോഭാവമാണ്, ഇച്ചുവിൻ്റെ ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നതെന്നാണ്. इच्छु बिनिया के लिए अपने आप को बाइन से गन्ना में बदलने के लिए तैयार हो जाता है ताकि वह उसके लिए दूध की जगह रस उपलब्ध करा सके. ये उसकी बिनिया के प्रति स्नेह और प्यार की भावना को दर्शाता है. അപ്പോൾ ഇച്ചു ബിനിയയ്ക്ക് വേണ്ടിയിട്ട് പോത്തിൽ നിന്ന് കരിമ്പായി മാറാന്ന് പറയണു അല്ലേ. എന്താ കാര്യം? കാരണം സാധാരണ നമ്മുടെ ബിനിയ പാലാണ് കുടിക്കുക അല്ലേ. അപ്പോൾ ഇവൻ കരിമ്പായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇച്ചു കരിമ്പായി മാറിക്കഴിഞ്ഞാൽ ബിനിയ എന്താണ്, ഉറുമ്പായിരിക്കുമല്ലോ. അപ്പോൾ ഉറുമ്പിന് വന്നിട്ട് എന്ത് ചെയ്യാം, ഈ കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ മാറാന്ന് പറയുന്നത് കേട്ടോ. ബിനിയോടുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത്. मैं अकेले नहीं, हम बहुत सारी चींटियाँ आएंगी. यहाँ चींटी की क्या विशेषता दिखाई पड़ती है? ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരും. അപ്പോൾ ഇവിടെ ഉറുമ്പിൻ്റെ ഏത് സവിശേഷതയാണ് കാണുന്നത്?
चींटियां अकेले नहीं आती, ഉറുമ്പുകൾ ഒറ്റയ്ക്ക് വരില്ല, ബൽക്കി വേ സമൂഹ में आती है, ഒരു ഗ്രൂപ്പായിട്ടാണ് ഉറുമ്പുകളെ കാണുക. വ അക്കേലി നെഹി ബൽക്കി ബഹുത് സാരി ചീണ്ടിയാം കെ സാത്ത് ആയേഗി, ഒരുപാട് ഗ്രൂപ്പായിട്ടാണ് വരും ചെയ്യുക. इससे पता चलता है कि चींटियां की विशेषताएं है कि वह हमेशा समूह में रहती है, ഗ്രൂപ്പായിട്ടാണ് അവരെപ്പോഴും ജീവിക്കുക കേട്ടോ. അടുത്ത क्वेश्चन, बिनिया इच्छु सब बराबर ऐसा कहने का क्या मतलब है? बिनिया इच्छु सब बराबर कहने का मतलब है कि बिनिया और इच्छु दोनों ही एक दूसरे के लिए बहुत महत्वपूर्ण है. इस कहानी में वे दोनों एक दूसरे के साथ रहकर खुश है और एक दूसरे के महत्व को समझते हैं. वे यह भी कहते हैं कि कभी कभी वे चींटी, गन्ना, भैंस या सुअर भी बन जाते हैं, जिसका अर्थ है कि वे प्रकृति के सभी जीवों को समान मानते हैं और उनके साथ रहना चाहते हैं. ये उनके बीच की गहरी दोस्ती और प्रकृति के प्रति उनके सम्मान को दर्शाता है. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.